ശ്രീ പ്രശാന്ത്, ഈ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ ഈ പ്രതിപക്ഷത്തിനാകെ കൂടെ ഹാലിളകി നടക്കുകയാണ്. പ്രത്യേകിച്ച് 2019 തുടർഭരണം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ ഹാലിളക്കം അതിരൂക്ഷമായി മാറി. അതിനിവർ പല തന്ത്രങ്ങളും നോക്കുന്നുണ്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഈ കർഷകരെ ഇറക്കുന്നു, കർഷക സമരം നടത്തുന്നു. നരേന്ദ്രമോദി സർക്കാർ കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കർഷകരെ ഇറക്കുകയാണ്. കർഷകർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡൽഹിയിലേക്ക് കർഷക മാർച്ച് നടത്തിയവരൊക്കെ തന്നെ വരുന്നതൊക്കെ വില കൂടിയ വാഹനങ്ങളിലൊക്കെയാണ്. നമ്മുടെ കൺസെപ്റ്റിൽ ഒരിക്കലും കർഷകരെ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത്. എന്നുവെച്ചാൽ കർഷകരെ അങ്ങനെ വരരുതെന്നല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ വലിയൊരു ഈ കുറേ വലിയ, അതായത് ഭൂ ഉടമകളെ ഇറക്കിക്കൊണ്ടുള്ള ഒരു സമരമാണ് നടത്തിയത്. അതിൻ്റെ ഒരു ചെറിയ അലയൊലികൾ ഇപ്പോഴും നിൽക്കുകയല്ലേ ചെയ്യുന്നത്? അതെ സാറേ, ഇതിനകത്ത് സാറ് പറഞ്ഞതുപോലെ പ്രതിപക്ഷം എപ്പോഴും ഈ പറയുന്നത് പോലെ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ കുഴപ്പങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരം അല്ലെങ്കിൽ അതിനപ്പുറമുള്ള രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഉന്നുന്ന രീതിയിലുള്ള പ്രവർത്തനം വേണം. അത് പ്രതിപക്ഷത്തിൻ്റെ കടമയാണ്. അങ്ങനെ അല്ലെങ്കിൽ പ്രതിപക്ഷം ഇല്ലല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു ഭരണാധികാരി ഭരിച്ചുകൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ രാജ്യം പുരോഗതിയിലേക്ക് പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന രീതിയിൽ ഈ സമരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യ മഹാരാജ്യം പോകുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് പല നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴും ആ നിയമങ്ങൾ വളച്ചൊടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സമരം നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട സമരമായിട്ട് മാറിയിരിക്കുകയാണ് കർഷക സമരം. അതിന് മുമ്പേ CA സമരം, അഗ്നിവീർ സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. CA സമരത്തിനകത്ത് ഇവിടുത്തെ പാമ്പിടിച്ച മുസ്ലിങ്ങളെടുത്ത് പറഞ്ഞ് നിങ്ങളെ കടലിൽ കൊണ്ട് കെട്ടിത്താക്കാൻ പോവുക നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സാധാരണ മുസ്ലിങ്ങളൊക്കെ വരണ്ടുപോയി. പല മുസ്ലിം സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ നമ്മളടുത്ത് നേരിട്ട് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. ഞങ്ങളെ പാകിസ്ഥാനിൽ പറഞ്ഞു വിടുവോ, ഞങ്ങൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഇത് വരുമോ? അപ്പോൾ ഈ രീതിയിലാവുമ്പോഴത്തേന് ആൾക്കാരെ ഇളക്കാനും ആ സാധാരണക്കാരനെ യോജിപ്പിച്ച് ഇതിനെതിരെ ഒരു കലാപം ഉണ്ടാക്കാനും ഒക്കെ പറ്റും. അഗ്നിവീർ ഇത് വന്നപ്പം ഈ പറഞ്ഞ പോലെ പറഞ്ഞു, ഇതുപോലെ പട്ടാളക്കാരനെ എല്ലാം ഈ തൽക്കാലത്തേക്ക് യൂസ് ആൻഡ് ത്രോ സംവിധാനത്തിലേക്ക് പോകുക. അപ്പോൾ അതിനെതിരെ ഒരു സമരം വന്നപ്പോൾ ആ സമരത്തിന്റെ സ്രോതസ് ഒന്നേണ്ണ കണ്ടുപിടിച്ചു. കാരണം പട്ടാളക്കാരെ ഈ വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസി മറ്റൊരു മറിച്ചൊരു സമരം കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ കർഷക സമരം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ആയിട്ട് നമ്മൾ അതിൻ്റെ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കർഷക സമരം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് വരുന്നത് പറഞ്ഞാൽ നമുക്കെല്ലാം അന്നം തരുന്നത്, കർഷകരെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് നീചമായ പരിപാടിയാണ് കർഷകരുടെ കാണിക്കുന്നത്. കാരണം ഇവിടുത്തെ പ്രചരണം അതുപോലെയാണല്ലോ. കർഷക സമരം ആദ്യം ഉരുത്തിരി എന്ന് പറഞ്ഞാൽ കാർഷിക ബില്ലോട് കൂടിയാണ്. ഈ കാർഷിക ബില്ല് എന്ന് പറഞ്ഞാൽ പരിശോധിച്ചാൽ ഇത്രയും നല്ല ഒരു കാർഷിക ബില്ല് അല്ലെങ്കിൽ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ബില്ല് ലോകം അംഗീകരിച്ച ആയിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ വരുന്ന രീതിയിലേക്കുള്ള ഒരു ബില്ലായിരുന്നു. ഇതിനെതിരെയാണ് സമരം നടന്നത്. ഇതിനെതിരെ സമരം നടക്കുക എന്ന് പറഞ്ഞാൽ ആ സമരത്തിൽ ഇവിടുത്തെ സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കർഷകരെ മൊത്തം ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ബില്ലാണെന്നുള്ള രീതിയിലാണ്. സാറേ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് 100% കർഷകർ എന്ന് പറയുമ്പോൾ അതിനകത്ത് 68-70% കർഷകരെന്ന് പറഞ്ഞാൽ സാധാരണക്കാരനാണ്, പാവപ്പെട്ടവനാണ്. കാരണം ഈ സാർ മുമ്പേ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഓടി കാറയിലും അല്ലെങ്കിൽ ഈ 7 സീരീസ് ഓടി കാറ്, 7 സീരീസ് ബെൻസിലൊക്കെ ആ കർഷകർ വരുന്നേ. അത് മിക്കവാറും പഞ്ചാബിൽ ഉള്ള കർഷകർ അങ്ങനെ വരുന്നേ. അവർ ബെൻസിൽ തന്നെ വരണം, അവർ കർഷകരാണെങ്കിൽ ബെൻസിൽ തന്നെ വന്നോട്ടെ, അതിനകത്ത് നമുക്ക് തൃപ്തിയാണ്. പക്ഷേ ഇവരുടെ കീഴിൽ സാധാരണക്കാരായിട്ടുള്ള കർഷകർ അപ്രസക്തരാകുന്ന ഒരു അവസ്ഥ, ഒരു ഉടയാൻ അവസ്ഥ തന്നെ. അതായത് 10,000, 25,000, 30,000 ഏക്കർ സ്ഥലമുള്ള കർഷകരുണ്ട്. ഈ കർഷകരുടെ അകത്ത് പണി ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കർഷക സമരത്തിന് കർഷകരായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ദിവസത്തെ കൂലി കൊടുത്ത് കർഷക സമരത്തിനെതിരെ സമരം ചെയ്യിക്കുന്ന അവരുടെ പണിക്കാർ ഇവര്. അല്ലാതെ ഇതിന്റെ ഈ യഥാർത്ഥ കർഷകർ അല്ലെ ഉടമസ്ഥർ അവർ ഡൽഹിയിൽ വന്ന് 7 സ്റ്റാർ ഹോട്ടലിൽ വന്ന് ഇതുപോലുള്ള കാറുകൾ സംവിധാനത്തിൽ അവിടെ കിടന്ന് ഇതിനെ നിയന്ത്രിക്കുകയും ഉറ്റുനോക്കുകയൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ കാണുന്ന കർഷകർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളെ മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ കർഷകർ എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂലിക്കാരാണ്. അതായത് ഇവർ കൂലിക്കാരായി പോയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവർക്കൊക്കെ പണ്ട് കാലത്ത് കുറച്ച് ഭൂമികളുണ്ടായിരുന്നു. ഈ 25,000, 30,000 ഏക്കർ ഭൂമി വീതം ഇന്ത്യ മഹാരാജ്യത്തുള്ള ഈ വലിയ കർഷക മുതലാളിമാർ ഇതുപോലെ 10 ഏക്കർ 15 ഏക്കർ ഉള്ളവന്റെ വട്ടം അല്ലെങ്കിൽ അവന് വട്ടം കൃഷി ചെയ്യുന്നവനായിരിക്കും. ഇവന് കൃഷി ചെയ്യാനോ ഇവന്റെ ചെറിയ തോതിലുള്ള
കൃഷി സാധനങ്ങൾ വിറ്റഴിക്കാനോ വേണ്ട വില കിട്ടുന്ന രീതിയിലൊക്കെ സംവിധാനങ്ങൾ ഉരുത്തിരിക്കാനോ വലിയ കർഷകർ തയ്യാറാവത്തില്ല. അല്ലെങ്കിൽ ഇവരെ പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവന്റെ 10 ഏക്കർ കൂടെ മേടിച്ചെടുത്ത് ആ പ്രദേശം മൊത്തം സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ്. ഈ രീതിയിൽ കർഷകരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കർഷക പ്രമാണിമാർ ഇന്ത്യയിലുടനീളം ഉരുത്തിരിയുന്നു എന്ന് കണ്ടുകൊണ്ട് വളരെ കൃത്യമായിട്ട് സാധാരണ കർഷകരുടെ വിളകൾ വേണ്ട വില കിട്ടത്തക്ക രീതിയിലേക്കും അവർക്കിഷ്ടം ഉള്ള സംവിധാനത്തിലേക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് വിറ്റഴിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ബില്ലാണ് ഈ പ്രധാനമായിട്ടും കർഷകരില്ലാത്തൊരു നിയമം. അതായത് ഈ ഇപ്പം സാധാരണ പഞ്ചായത്ത് തന്നെ അപ്പൊ ഒരു ഇടനിലക്കാരനെ ഒഴിവാക്കുന്ന രീതി നമുക്ക് സാർ കേട്ട ഭയന്നു. മഹാരാഷ്ട്രയില് ഇടനിലക്കാരന്റെ ചുക്കാൻ പിടിക്കുന്ന ആരാന്നറിയാം? ശരത് പവാറിന്റെ ഒരു കൊല്ലത്തെ വരുമാനം 10,000 കോടി രൂപയാണ്. ശിരോമണി അകാലിദൾ നമ്മുടെ ഇതിന്റെ അന്ന് വിട്ടുപോയല്ലോ പാർട്ടി, പഞ്ചാബിൽ അവരാണ്. അവരുടെ ഒരു കൊല്ലത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ 6,000 കോടി രൂപയാണ്. ഈ ഇതിന്റെ മാത്രം ഇടനിലക്കാരനായിട്ട് ഇവർ കൂടെ വിൽക്കാനൊക്കത്തുള്ളൂ. ഇവരൊരു വില ഇടുക. ചേനയ്ക്ക് 25 രൂപ, ഉദാഹരണം ചേനയാകുമ്പോൾ സാധാരണ നമ്മുടെ കേരള ചേനയ്ക്ക് 25 രൂപ, മാർക്കറ്റിൽ കിട്ടുന്ന 150 രൂപയായിരിക്കും. ഈ 25 രൂപയ്ക്ക് ഇത് മേടിക്കാൻ ആളുള്ളൂ, അവർക്കേ മേടിക്കാൻ പറ്റത്തുള്ളൂ. തക്കാളിയുടെ വില തന്നെ നോക്കാം, അവരുടെ കയ്യിൽ നിന്നൊക്കെ എടുക്കുന്ന അവർക്ക് കിട്ടുന്നത് 2 രൂപ. ആ 2 രൂപയ്ക്ക് അപ്പുറം കൊണ്ടുവന്ന് ഞങ്ങളുടെ വിലയ്ക്ക് ഞങ്ങൾക്ക് 3 രൂപയ്ക്ക് തരാൻ ആളുണ്ടെന്ന് പറഞ്ഞ് വെളി കൊടുക്കാൻ പറ്റത്തില്ല. ആ രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ രീതിയിലുള്ള കുത്തകകൾ അതേ രീതിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി സാധാരണക്കാരായിട്ടുള്ള കർഷകരെയും അല്ലെങ്കിൽ മാധ്യമങ്ങളെ വിലക്കെടുത്ത് ഇതുപോലെ ജോർജ് സോറസ് പോലെയുള്ള ആൾക്കാരുടെ NGOs ഇതിന്റെ പുറകിൽ നിർത്തിക്കൊണ്ട് കർഷക സമരം തുടങ്ങി. കർഷക സമരം തുടങ്ങിയപ്പോൾ ആദ്യത്തെ കർഷക സമരത്തിനകത്ത് പറ്റിയ കുഴപ്പമൊന്നും, അതിനകത്ത് ജനാധിപത്യ മര്യാദയിൽ കൂടി സമരം ചെയ്യാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോടതി അതിനകത്ത് ഇടപെട്ടു. കർഷക സമരം ആദ്യത്തെ ഘട്ടം വന്നപ്പോൾ കർഷക സമരം ഒഴിവാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ അതിനകത്ത് കോടതി ഇടപെട്ടു. കർഷകർക്ക് സമരം ചെയ്യാൻ അധികാരമുണ്ട്, അല്ലെങ്കിൽ ആർക്കും സമരം ചെയ്യാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞ് അവരെ പിടിച്ചിരുത്തി 6-7 മാസം കർഷകർ ഹോൾഡ് ചെയ്യത്തക്ക രീതിയിലുള്ള ഭക്ഷണവും സംവിധാനവും AC ടെന്റുകളും അടിച്ച് കർഷക സമരം അവിടെ അല്ലെങ്കിൽ ഡൽഹിയിൽ ഹോൾഡ് ചെയ്യുന്നതിന്റെ പുറകിൽ ഖാലിസ്ഥാൻ വാദമായിരുന്നു. അതായത് ഇന്ത്യയിൽ ഖാലിസ്ഥാൻ വാദം പുറകോട്ടടിച്ച സമയത്ത് അതിന് വീണ്ടും പ്രൊമോഷൻ കിട്ടത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അത് ഇന്ത്യയെ വിഭജിക്കുന്നതിനാണല്ലോ ഖാലിസ്ഥാൻ വാദികളുടെ ഉദ്ദേശം, പഞ്ചാബ് ഉൾപ്പെടെ ഇതിന് പ്രൊമോഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് ഇത് വന്നു. ഇത് കേന്ദ്ര ഗവൺമെന്റ് കണ്ടെത്തി, ഇതിന് ഫണ്ട് വരുന്നത് എവിടെയാണെന്ന് കണ്ടെത്തി, ആരൊക്കെയാണ് ഇതിന്റെ ഫണ്ടർമാരെന്ന് കണ്ടെത്തി, ആൾക്കാരുടെ മൊത്തം ഈ രീതികൾ വന്നപ്പോൾ അന്ന് പഞ്ചാബ് ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള അദ്ദേഹം ഉണ്ടല്ലോ ക്യാപ്റ്റൻ അന്ന് കോൺഗ്രസിന്റെ ഭാഗമല്ലാതെ പോയതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കഥയുണ്ട്. ഇതുവരെ മാധ്യമങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. സിദ്ധു ഉണ്ടായിരുന്നല്ലോ, സിദ്ധു നമ്മുടെ BJP പോയി അയാളെയാണല്ലോ അന്ന് നേതൃത്വത്തിൽ കൊടുത്തത്. അതായത് വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളതും അവിടുത്തെ ജനങ്ങൾ കേൾക്കുന്നതും താല്പര്യമുള്ളതും ഇന്ത്യ മഹാരാജ്യത്തോട് ഏറ്റവും കൂറുള്ളതുമായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകാൻ കാര്യം ഖാലിസ്ഥാൻ വാദം അവിടെ പ്രൊമോഷൻ നടത്തുന്നു, ഇതിന് വേണ്ട പ്രൊമോഷൻ ഇവിടെ കൊടുക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹം വെളിയിൽ പോകുന്നത്. അത് ഖാലിസ്ഥാൻ വാദത്തോട് യോജിപ്പുള്ള സിദ്ധുവിനെ അന്ന് അതിന്റെ പ്രൊമോഷൻ കൊടുത്തു. പിന്നെ ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ലല്ലോ. നമ്മൾ പഠിക്കേണ്ടേ ഈ ഖാലിസ്ഥാൻ വാദം ഇന്ത്യയെ വിഭജിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ അതിന് ഇവിടെ സാധ്യത ഇല്ലാതെ വന്നപ്പോൾ ഈ കർഷക സമരം അതിന്റെ മറവിൽ വീണ്ടും സാധ്യത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോയി. അതുകൊണ്ടാണ് ഒരു ബില്ലിൽ നിന്ന് പോലും അല്ലെങ്കിൽ ഇതുവരെ എടുത്ത തീരുമാനങ്ങളിൽ നിന്നും ഒന്നും പുറകോട്ട് പോകാത്ത നരേന്ദ്രമോദി കാർഷിക ബില്ല് പിൻവലിക്കുന്ന ഒരവസ്ഥ വന്നത്. കാരണം എങ്ങനെ നോക്കിയണക്കെയും ഈ സമരക്കാരെ അവിടുന്ന് പിൻവലിക്കാൻ പറ്റുന്നില്ല. സമരക്കാരെ അവിടെ ഇരിക്കുക. കാരണം സമരക്കാർക്ക് സർവ്വസന്നാഹമുണ്ട്. നോക്കിയപ്പോൾ ഇതൊന്നും കർഷകരല്ല, കർഷകരുടെ മറവിൽ ഇരിക്കുന്ന മൊത്തം ഖാലിസ്ഥാൻ പ്രൊമോഷൻ നടത്തുന്ന ഖാലിസ്ഥാൻ വാദികളാണ്. അതാണ് ഇറങ്ങി ട്രാക്ടർ റാലി വന്നപ്പോൾ നമ്മളുടെ ചെങ്കോട്ടയിൽ പതാക എടുത്തിട്ട് വേറെ പതാക കെട്ടാൻ ആളുണ്ടായത്. കർഷകരുടെ ജോലി അല്ലല്ലോ അത്. ഇപ്പം ഇന്ത്യ വിഭജനത്തിന് വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന രീതിയിലേക്ക് കർഷക സമരം പോകുന്നു. അതായത് കലാപം ഉരുത്തിരിക്കാൻ കർഷക സമരം ശക്തി പ്രാപിക്കുന്നു. അതിന്റെ ഫണ്ട് ഈ പറയുന്ന പോലെ അമേരിക്കയിൽ നിന്നും ഈ മറ്റേ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വരുന്നു, അവിടെ നിന്ന് നിയന്ത്രിക്കുന്നു, അവിടുന്ന് വേണ്ടി വന്നാൽ ആൾക്കാർ ഇവിടെ വരുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് വന്നപ്പോഴാണ് കർഷകർ വീണ്ടും ഈ കർഷക സമരം ഉരുത്തിരിക്കാൻ എളുപ്പമാണെന്നും അത് നടത്തിക്കൊണ്ടുപോകാൻ എളുപ്പമാണെന്നും കണ്ടുകൊണ്ടാണ് പല ഘട്ടങ്ങളിൽ വീണ്ടും കർഷക സമരം ഉരുത്തിരിഞ്ഞു വന്നത്. ഇതിന്റെ ഏറ്റവും വലിയ സ്രോതസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പഞ്ചാബ്, ഒന്ന് ഹരിയാന, ഡൽഹി. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ ഖാലിസ്ഥാൻ വാദത്തിന്റെ കേന്ദ്രം, ഹരിയാനയിൽ ഇതിന്റെ അലയൊളികളുണ്ട്, ഡൽഹിയിലുണ്ട്. ഇതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സമരത്തിന് ശേഷം അധികാരത്തിൽ വന്നത് അല്ലെങ്കിൽ പഞ്ചാബിൽ അധികാരത്തിൽ വന്ന ആരാ? ആം ആദ്മി പാർട്ടി. ഡൽഹിയിൽ ഈ സമരത്തിന് വേണ്ട പിന്തുണയെല്ലാം കൊടുത്തതാരാ? ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടിക്ക് 330 കോടി രൂപ കൊടുത്തുന്ന പറഞ്ഞു ഓർമ്മയുണ്ടോ ഇതിന് ശേഷം?
അതായത് ഈ സമരത്തിന്റെ നമ്മൾ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തല്ലോ, എന്തിന് കെജ്രിവാൾ സത്യസന്ധനെ അറസ്റ്റ് ചെയ്യുന്നത്, ഏറ്റവും വലിയ രാജ്യദ്രോഹി എന്ന് പുറകോട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നേതാവാണ് കെജ്രിവാൾ. കെജ്രിവാൾ ഇവിടെ ഇന്ത്യ വിരുദ്ധ ശക്തിയും അല്ലെങ്കിൽ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കുന്നതിനും നമ്മുടെ രാഹുൽ ഗാന്ധിയെ വേണ്ട രീതിയിൽ കൊള്ളത്തില്ല എന്ന് കണ്ടപ്പോൾ ഒരു ഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെജ്രിവാൾ എന്ന് പറയുന്ന ആളുടെ തന്ത്രം അവർക്ക് മനസ്സിലാവത്തില്ല. കെജ്രിവാൾ അവിടെ CA സമരം നടത്തിയപ്പോൾ മുസ്ലിങ്ങൾക്ക് ആ തീവ്ര ഗ്രൂപ്പിന് വേണ്ട പിന്തുണ കൊടുത്തുകൊണ്ട് രാവിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി തൊഴുതു. അത്രയും വക്രബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന നേതാവല്ലായിരുന്നു രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെയാണ് വളരെ തന്ത്രപരമായിട്ട് കേസിന്റെ പുറകെ വേണമെങ്കിൽ 6 മാസം കഴിഞ്ഞ് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു കെജ്രിവാളിനെ. അതിന് മുമ്പേ അറസ്റ്റ് ചെയ്യാൻ കാര്യമെന്ന് ആ ലോക്സഭാ ഇലക്ഷൻ അട്ടിമറിക്കുന്നതിന് അച്ചാരം മേടിച്ചിട്ടുണ്ട് കെജ്രിവാളിന് കേന്ദ്ര ഗവൺമെന്റ് വളരെ കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സമയത്ത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. എന്ത് വന്നാലും ഇവിടെ സുതാര്യമായിട്ട് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഇവിടെ ഇലക്ഷൻ നടക്കണമെന്നുള്ള ഉറപ്പ് അല്ലെങ്കിൽ ആ കാരണം കൊണ്ട് തന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ വന്നു. എല്ലാവരും ചോദിച്ചില്ലേ വണ്ടത്തരവില്ലേ കാണിച്ചത്, അല്ലെങ്കിൽ ഇവിടെ ഇലക്ഷൻ അട്ടിമറിക്കും, ഇവിടെ കലാപം ഉണ്ടാക്കും. ഈ രീതിയിൽ ഞാനീ പറഞ്ഞു കർഷക സമരം പ്രൊമോഷൻ നടക്കുന്നുണ്ട്, അതിന് പ്രൊമോട്ട് ചെയ്തവരുടെ അവസ്ഥയിലേക്ക്, അതായത് ഖാലിസ്ഥാൻ വാദത്തിന് വേണ്ട പ്രൊമോഷൻ കിട്ടുന്ന ഗവൺമെന്റാണ് ഇപ്പം പഞ്ചാബിലിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വീണ്ടും അവിടെ വെടിവെപ്പ് ഉണ്ടാകുന്ന ഒരു ദിവസം. കാലങ്ങൾക്ക് ശേഷം സുവർണ ക്ഷേത്രത്തിൽ ഒരു നേതാവിനെ പരസ്യമായിട്ട് വെടിവെക്കുകയും രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നല്ലോ. ആ രീതിയിൽ ഖാലിസ്ഥാൻ വാദത്തിന്, അതായത് പഞ്ചാബിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ആം ആദ്മി പാർട്ടിക്ക് എല്ലാ ഫണ്ടുകളും ഈ പ്രാവശ്യം കൊടുത്തത് ഖാലിസ്ഥാൻവാദികളാണ്. അപ്പൊ ഖാലിസ്ഥാനിൽ വീണ്ടും ഹരിയാനയിൽ 2ാമത്തെ കർഷക സമരം ഉരുത്തിരിച്ചുകൊണ്ട് വന്നല്ലോ. ലോക്സഭ ഇലക്ഷനിലും അവിടെ കെട്ടിമറച്ചിട്ടിരുന്നല്ലോ. വീണ്ടും ഈ കർഷക സമരം വലിയ പ്രമോഷനിൽ വന്നതിന് അവരെ മതിൽ കെട്ടി തിരിച്ചിട്ടിരുന്ന കർഷകർ അവിടെ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഉറ്റുനോക്കിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അല്ല അധികാരത്തിൽ വന്നിരുന്നുണ്ടെങ്കിൽ ആ മതിൽ പൊളിച്ച് അല്ലെങ്കിൽ മതിൽ തുറന്നു കൊടുത്ത് വീണ്ടും കർഷകർ വന്നതിന്. ഇപ്പോൾ ആ സമയത്താണ് ട്രൂഡോ ഇന്ത്യക്കെതിരെ തിരിയുന്നത്. ഇത് ഭയങ്കര ഒരു ഇന്ത്യ വിരുദ്ധ ശക്തികളുടെയും ഇന്ത്യക്കകത്തുള്ള ശക്തികളുടെയും വലിയൊരു ഓപ്പറേഷന്റെ പുറകിലുണ്ട്. ഇത് വെളിയിൽ വരാത്തെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രാഹുൽ ഗാന്ധി വിദേശത്ത് പോകുമ്പോഴേ ഇന്ത്യക്കെതിരെയല്ലേ അവിടെ പോയി സംസാരിക്കും. അപ്പൊ അന്ന് ട്രൂഡോ പറയുന്നു അല്ലെങ്കിൽ ഖാലിസ്ഥാനെതിരെ പറയുന്നു, ഖാലിസ്ഥാൻ കർഷക സമരം വീണ്ടും വരാൻ ശ്രമിക്കുന്നു. കർഷക സമരം അവിടെ BJP അധികാരത്തിൽ വരുമെന്ന് ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും ആരും വിചാരിച്ചില്ല. BJP അധികാരത്തിൽ കർഷക സമരം വീണ്ടും പ്രിയങ്ക ഗാന്ധി ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം വീണ്ടും കർഷക സമരം ഉണ്ട്. പക്ഷെ ഹരിയാനയിൽ നിന്ന് കർഷകർ ഈ പ്രാവശ്യം സംഘടിച്ചവർ 101 പേരെ ഉള്ളായിരുന്നു. ഇവിടെ നമ്മുടെ ഉത്തർപ്രദേശിൽ കർഷക സമര നേതാവുണ്ടല്ലോ അദ്ദേഹം ടിക്കായത്തിനെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. ടിക്കായത്തെ പോലീസിന്റെ കയ്യിൽ നിന്ന് വെട്ടിച്ചോടി, പോലീസ് വീണ്ടും പിടിച്ചു. അവിടുത്തെ സമരം ഈ വീണ്ട രീതിയിലുള്ള പ്രമോഷൻ കിട്ടുന്നില്ല, അതായത് പഴയ രീതിയിൽ ഉരുത്തിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഖാലിസ്ഥാൻ 2ാമത്തെ സമരം പൊളിക്കുന്നതിന്റെ കാരണം പാസ്പോർട്ട് റദ്ദ് ചെയ്യുന്നു. അതായത് ഖാലിസ്ഥാനിൽ നിന്ന് ഇവിടെ വന്ന് സമരം ഓപ്പറേറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരുടെ പാസ്പോർട്ട് റദ്ദ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ പഴയ ആൾക്കാരും സമരത്തിൽ നിന്ന് പിന്മാറി. കാരണം ഇവന്മാർക്ക് ഇവിടുന്ന് വേളം ഉണ്ടാക്കിയിട്ടും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും കലാപത്തിന് വേണ്ട കോപ്പും കൂട്ടി വെച്ച് തിരിച്ച് അവിടെ പോകണമല്ലോ. അവിടെ ആണല്ലോ ബിസിനസ് മൊത്തം. കാനഡയിലാണല്ലോ ബിസിനസ്, അമേരിക്കയിലാണല്ലോ ബിസിനസ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നത് ഈ കർഷക സമരം ആദ്യത്തെ കർഷക സമരം വളരെ ബുദ്ധിപൂർവ്വം അതിന്റെ കുഴപ്പങ്ങൾ കണ്ടെത്തി പൊളിക്കുന്നതിന് വേണ്ടി തയ്യാറായപ്പോൾ ഇവിടെ ഒരു കലാപം ഉണ്ടാക്കി ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ CA സമരത്തിനെക്കാട്ടും അഗ്നിവീർ സമരത്തിനെക്കാട്ടും ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ടുള്ളതും അതിന്റെ പുറകിൽ ഇന്ത്യ വിഭജന ശക്തികൾ കഴിഞ്ഞാടാനോട് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള സമരം കർഷക സമരമാണ്. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിൽ കർഷക സമരം വീണ്ടും ഉരുത്തിരിച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടി ഇന്ത്യ വിഭജന ശക്തികളും അല്ലെങ്കിൽ കലാപകാരികളും ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ 3ാമതും കർഷക സമരം. ഈ സമരവും പൊളിയുന്നൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതായത് കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് യഥാർത്ഥ കർഷകർ മനസ്സിലാക്കുന്നുണ്ട്. കർഷക സമരത്തിന് ഇപ്പൊ പഴയ പോലെ ആളിനെ കിട്ടുന്നില്ല. ഹരിയാനയിൽ കിട്ടുന്നില്ല, പഞ്ചാബിൽ കിട്ടുന്നില്ല, UP-യിൽ കിട്ടുന്നില്ല, ഇന്ത്യയിലുടനീളം കിട്ടുന്നില്ല. കാരണം മാസാമാസം കർഷകന്റെ ഇവിടെ പൈസ ഇല്ലയാണ്. UP-യിലൊക്കെ എന്ന് പറഞ്ഞാൽ ലോണുകൾ മൊത്തം എഴുതിത്തള്ളുകയാണ്. അപ്പം ഈ രീതിയിലുള്ള കലാപാഹ്വാനത്തിന് ഉരുത്തിരിക്കുന്ന സമരമായിട്ട് കർഷക സമരം ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് മുന്നേറുന്ന ഒരവസ്ഥയാണ്. ഇനിയും കർഷക സമരങ്ങൾ പ്രതീക്ഷിക്കാം. അത് കർഷകരുടെ സമരമല്ല, ഇന്ത്യ വിഭജന ശക്തികളുടെ സമരമാണ്, ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കുന്ന ഒരു സമരമാണ് എന്നുള്ള തിരിച്ചറിവ് മാത്രം ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.